അസ്സലാമു അലൈക്കും. നാദിറ എന്ന് പറയുന്ന ഒരു ട്രാൻസ് വുമൻ്റെ വീഡിയോ ഞാൻ കാണാനിടയായി. അതിനകത്ത് നാദിറ പറയുന്നത് താൻ ഈമാനോടുകൂടി ജീവിക്കുന്ന ഒരു മുസ്ലിമാണെന്നും താൻ ഖുർആനിൽ വിശ്വസിക്കുന്നുണ്ട് എന്നടക്കമുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പണ്ട് നജീബായിരുന്ന വ്യക്തിയാണ് നാദിറ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഒരു ട്രാൻസ് വുമനായി മാറുന്നത്. ഏതായാലും നാദിറ പറയുന്ന ആ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ആണോന്ന് ചോദിക്കുന്നില്ല, ആണ്. വിശ്വാസിയാണ്, ഭയങ്കര പ്രൗഡാണ്, മുസ്ലിം വിശ്വാസിയാണ്, ഈമാനോടുകൂടി ജീവിക്കുന്ന ഒരാളാണ്. എടുത്തോ ഈമാനോടുകൂടി ജീവിക്കുന്ന ആള് തന്നെയാണ്. അതെ അതെ. അപ്പൊ ചില സംഭവങ്ങളിൽ വേറെ ഇല്ല, അങ്ങനെ ചില സംഭവങ്ങളൊന്നും എനിക്കില്ല. എനിക്കും ഞാൻ പറഞ്ഞു എന്റെ മതവുമായിട്ട് വലിയൊരു അടുപ്പമുള്ള ഒരാളാണ്. അതിൽ ഇടയിൽ നിൽക്കുന്ന മനുഷ്യരായിട്ട് എനിക്ക് വലിയ അടുപ്പം ഉണ്ടാവില്ല. എനിക്കത് മതി. ഞാൻ മുസ്ലിമാണെന്ന് വിശ്വസിക്കുന്നു, അങ്ങനെ ജീവിക്കാനും മരിക്കാനും ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് ഇടയിൽ വരുന്ന ഏതൊരു മനുഷ്യൻ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. പക്ഷേ നല്ലത് പറയുന്ന ആൾക്കാർ അംഗീകരിക്കുകയും ഖുർആൻ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇതാണ് നാദിറ പറഞ്ഞത്. ഒരു മുസ്ലിം ആയതിൽ എനിക്ക് വലിയ അഭിമാനമാണ്. ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു, ഖുർആനിൽ വിശ്വസിക്കുന്നു അടക്കമുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല ഈമാനോടുകൂടി ജീവിക്കുന്ന ഒരു മുസ്ലിമാണെന്നും പറയുന്നു. അതെന്തുമായി കൊള്ളട്ടെ. പക്ഷേ നാദിറ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഒരു ട്രാൻസ്ജെൻഡറായി മാറാൻ, ട്രാൻസ് വുമനായി മാറാൻ, യുക്തിവാദിയായി മാറാൻ, മതമുള്ളവനും മതമില്ലാത്തവനൊക്കെയായി മാറാനുള്ള അവരവർക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അത്തരത്തിൽ നാദിറയ്ക്ക് ഒരു ട്രാൻസ് വുമനായി മാറാനുള്ള അവകാശം നമ്മുടെ രാജ്യം നൽകുന്നുണ്ട്. എന്നാൽ ഇവിടെ വിശുദ്ധ ഖുർആനിനെ വിശ്വസിക്കുന്നുവെന്ന് നാദിറ പറഞ്ഞു വയ്ക്കുമ്പോൾ ആ വിശുദ്ധ ഖുർആൻ ഈ ട്രാൻസ് വുമനെക്കുറിച്ചും ഇത്തരം ട്രാൻസ്ജെൻഡറുകളെക്കുറിച്ചും എന്താണ് വ്യക്തമായി പറഞ്ഞതെന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന വ്യക്തി വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ ഒരു ട്രാൻസ് വുമനായി മാറുകയില്ല. നോക്കൂ, ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് വളരെയധികം കർക്കശമായി കൊണ്ട് തന്നെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം നിലപാട് സ്വീകരിക്കുന്നത്. ഇസ്ലാമിക അധ്യാപന പ്രകാരം പുരുഷന്മാർ സ്ത്രീവേഷം കിട്ടുന്നതിനെയും സ്ത്രീകൾ പുരുഷവേഷം ധരിക്കുന്നതിനെയും ശക്തമായി ഇസ്ലാം വിലക്കുന്നുണ്ട്. നോക്കൂ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്ത്രീകളെപ്പോലെ വേഷം കിട്ടുന്ന പുരുഷന്മാരെയും പുരുഷന്മാരെ പോലെ വേഷം കിട്ടുന്ന സ്ത്രീകളെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. ഇത് സ്വഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ വിലക്കാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. പുരുഷനും സ്ത്രീക്കും അള്ളാഹു നൽകിയിട്ടുള്ള തനതായ സ്വഭാവങ്ങളും ശാരീരിക പ്രത്യേകതകളും നിലനിർത്തണമെന്നത് ഇസ്ലാമിലെ അടിസ്ഥാന നിയമമാണ്. സ്ത്രീ പുരുഷ വേഷപ്പകർച്ചകൾ സമൂഹത്തിൽ ആശയക്കുഴപ്പങ്ങൾക്കും ധാർമ്മികമായ തകർച്ചയ്ക്കും കാരണമാകുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വിനോദത്തിനോ തമാശയ്ക്കോ വേണ്ടി പോലും ഇത്തരത്തിൽ വേഷം മാറുന്നത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നോക്കൂ, ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ ചെയ്തുകൊണ്ട് ഒരാണ് പെണ്ണായി മാറുന്നതിനെക്കുറിച്ചും ഒരു പെണ്ണ് ആണായി മാറുന്നതിനെക്കുറിച്ചും ഇസ്ലാം എന്താണ് പറയുന്നത്? ശാരീരികമായ വൈകല്യങ്ങൾ ചികിത്സിക്കുന്നതിനല്ലാതെ വേഷം കിട്ടുന്നതിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ എതിർലിംഗമായി മാറണമെന്ന താൽപ്പര്യത്താലോ ഉള്ള ലിംഗമാറ്റ ശസ്ത്രക്രിയകളും ഇസ്ലാമിൽ നിഷിദ്ധമാണ്. ചുരുക്കത്തിൽ പുരുഷന്മാർ അവരുടെ പൗരുഷവും സ്ത്രീകൾ അവരുടെ സ്ത്രീത്വവും വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും കാത്തുസൂക്ഷിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിക നിയമം. കേവലമായ ഒരു താൽപ്പര്യത്തിന് വേണ്ടി ലിംഗമാറ്റം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമല്ല. ഒരു പുരുഷൻ ശാരീരികമായി പൂർണ്ണ ആരോഗ്യവാനായിരിക്കെ മാനസികമായ താൽപ്പര്യം കൊണ്ടോ ഫാഷന്റെ ഭാഗമായോ ശസ്ത്രക്രിയയിലൂടെ സ്ത്രീയായി മാറുന്നത് ഇസ്ലാമിൽ നിരോധിക്കപ്പെട്ട കാര്യമാണ്. നമുക്ക് അത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. അള്ളാഹു നൽകിയ പ്രകൃതിപരമായ സൃഷ്ടിപ്പിനെ മാറ്റം വരുത്തുന്നത് പിശാചിന്റെ പ്രവൃത്തിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതോടൊപ്പം അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നതും അവയവങ്ങൾ നീക്കം ചെയ്യുന്നതും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ജന്മനാൽ ശാരീരികമായ വൈകല്യമുള്ള ആളുകളുണ്ട്. ചില ആളുകൾ ജനിക്കുമ്പോൾ തന്നെ രണ്ട് ലിംഗത്തിന്റെയോ അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത ലിംഗത്തിന്റെയോ ശാരീരിക ലക്ഷണങ്ങളുമായി ജനിക്കാറുണ്ട്. എന്നാൽ ഒരാൾക്ക് ശാരീരികമായി രണ്ട് ലിംഗപ്രകൃതി ഉണ്ടാവുകയും വൈദ്യപരിശോധനയിലൂടെ അയാൾക്ക് കൂടുതൽ അടുപ്പം ഒരു പ്രത്യേക ലിംഗത്തോടാണ്, ഉദാഹരണത്തിന് സ്ത്രീ പ്രകൃതിയാണെങ്കിൽ അത് തെളിയിക്കുകയും ചെയ്താൽ ആ വൈകല്യം പരിഹരിക്കാൻ ശസ്ത്രക്രിയ നടത്തുന്നത് അനുവദനീയമാണ്. ഇത് ലിംഗമാറ്റമല്ല, മറിച്ച് നിലവിലുള്ള ഒരു ശാരീരിക വൈകല്യം സുഖപ്പെടുത്തുന്ന ചികിത്സയായിട്ടാണ് ഇസ്ലാം കാണുന്നത്. മാനസികമായ തോന്നലുകൾക്കോ താൽപ്പര്യങ്ങൾക്കോ അനുസരിച്ചുകൊണ്ട് ഒരാളുടെ ലിംഗം മാറുന്നില്ല. അതിനാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയാണെന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. നമുക്ക് പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്ത് സ്ത്രീ സ്വഭാവം കാണിക്കുന്ന പുരുഷന്മാരെക്കുറിച്ച് സൂചനകളുണ്ട്. ഇവരെ രണ്ടായി തിരിച്ചാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതിലൊന്നാമത്തേത് ജന്മനാ ഉള്ള പ്രാകൃതം. ചില പുരുഷന്മാർക്ക് സംസാരത്തിലോ നടത്തത്തിലോ സ്വാഭാവികമായി തന്നെ സ്ത്രീകളോട് സാമ്യം കണ്ടേക്കാം. ഇതവർ ബോധപൂർവം ഉണ്ടാക്കുന്നതല്ല എങ്കിൽ അതിൽ കുറ്റമില്ല. എന്നാൽ
അവർ പുരുഷന്മാരായി തന്നെ തുടരുകയും സ്ത്രീവേഷം കെട്ടാതിരിക്കുകയും വേണം. രണ്ടാമത്തേത് അനുകരണമാണ്, അതായത് ബോധപൂർവമുള്ള മാറ്റമാണ്. ബോധപൂർവം സ്ത്രീകളെപ്പോലെ സംസാരിക്കാനും വസ്ത്രം ധരിക്കാനും ശസ്ത്രക്രിയ നടത്താനും ശ്രമിക്കുന്നവരെ ഇസ്ലാം കർശനമായി വിലക്കുന്നുണ്ട്. ഇത്തരക്കാരെയാണ് ഹദീസുകളിൽ ശപിക്കപ്പെട്ടവരായി ഇസ്ലാം പറയുന്നത്. ഒരു പുരുഷനായി ജനിച്ച വ്യക്തി ട്രാൻസ് വുമനായി മാറിയാലും ഇസ്ലാമിക നിയമപ്രകാരം അയാൾ പുരുഷനായി തന്നെ തുടരുന്നു. വിവാഹം, സ്വത്തവകാശം, മയ്യിത്ത് സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം പുരുഷന്മാർക്കുള്ള നിയമങ്ങളാണ് ബാധകം. അത്തരം ആളുകളെ തള്ളിക്കളയണമെന്നോ മാറ്റി നിർത്തണമോ എന്നൊരിക്കലും ഇസ്ലാം പറയുന്നില്ല. നേരെ മറിച്ച് അവരോട് കരുണ കാണിക്കണമെന്നും അവരെ ശരിയായ പൗരുഷത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കൗൺസിലിംഗും ചികിത്സയും നൽകണമെന്നുമാണ് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അഭിപ്രായം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു പുരുഷന് ഒരു ട്രാൻസ് വുമനായി, നേരെ തിരിച്ച് ഒരു സ്ത്രീക്ക് ഒരു ട്രാൻസ് മെന്നായി ഒരിക്കലും മാറാൻ കഴിയില്ല.